ഈ ശബരിമല പത്തനംതിട്ടയിലായതുകൊണ്ടാണ് അവിടെ അയ്യപ്പന്റെ പൊന്നു കക്കാൻ ഇത്രയും കാത്തിരുന്നത്. അത് ഈ സമീപ പ്രദേശത്തൊക്കെ ആണെങ്കിൽ കോർപ്പറേഷൻ ഭരിച്ചവർ എന്നേ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ നേതാക്കന്മാരെല്ലാവരും നിങ്ങളോട് പറഞ്ഞതിന്റെ ആകെത്തുക, പ്രിയപ്പെട്ട വിനുചേട്ടൻ VM വിനു, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രസംഗം കൂടെ കേൾക്കുമ്പോഴാണ് എത്രത്തോളമാണ് അദ്ദേഹത്തെ നമുക്കൊരു നഷ്ടബോധം ഒന്നും കൂടെ കൂടുക. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണത്തിന്റെ വിഷൻ എന്തായിരിക്കണം എന്നുള്ളത് 4 വാചകങ്ങൾ കൊണ്ട് കൃത്യമായി പറഞ്ഞു അദ്ദേഹം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, അദ്ദേഹം കോഴിക്കോടിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞത് കടലിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കുന്ന കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവരുടെ ശബ്ദമാവാൻ, അവരുടെ നാവാവാൻ, അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് കരുത്താവാൻ ആരെയാണ് ഉറ്റുനോക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് ഈ സ്റ്റേജിന് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പോരാളികൾ, UDFന്റെ സാരഥികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഭരിക്കുന്നവർ നന്നാവാൻ വേണ്ടിയല്ല UDF ഒരു വോട്ട് ചോദിക്കുന്നത്, ജനങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇത്രയും കാലം കോർപ്പറേഷൻ ഭരിച്ചവർക്ക് വലിയ വളർച്ചയാണ്, അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ വളർച്ചയാണ്. അത് ചെയർമാൻ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിൽ ഇതിനെ നയിച്ചവർക്ക് ക്രമാതീതമായ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ജനങ്ങൾക്ക് വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരാണ് ഈ സംഗമത്തിലിരിക്കുന്നവർ, ഇതിന് നേതൃത്വം നൽകുന്നവർ. അതുകൊണ്ട് തന്നെ ഭരണം എന്തിനു വേണ്ടിയാണ് മാറണം എന്ന് പറയുന്നത് ഇനി ഞങ്ങളൊന്ന് നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയല്ല, ഭരണം കിട്ടിയാൽ അതുകൊണ്ട് ജനങ്ങൾ ഒന്ന് നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഭരണസാരഥ്യം ഐക്യജനാധിപത്യ മുന്നണിയെ ഏൽപ്പിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല, ഗവൺമെന്റിന് പങ്കില്ല എന്നൊക്കെ ശബരിമലയിലെ തട്ടിപ്പ് നടന്നപ്പോൾ നമ്മളോട് പ്രസംഗിച്ചവരാണ്, ക്ലാസ് എടുത്തവരാണ് CPIയും അതിന്റെ നേതാക്കന്മാരും ഭരണ നേതൃത്വവും. ഇപ്പൊ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന ആള് DYFIയുടെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇപ്പൊ ജയിലിലടക്കപ്പെട്ടിരിക്കുന്ന ആള് 26-ാമത്തെ വയസ്സിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇപ്പോ തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്ന ആള് 36-ാമത്തെ വയസ്സിൽ കോന്നിയുടെ MLA ആണ്. ഇപ്പൊ തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്ന ആള് ആ പാർട്ടിയുടെ ജില്ലാ സമിതിയിലെ ഏറ്റവും ഉന്നത ബോഡിയായ സെക്രട്ടേറിയറ്റിലെ നിലവിലെ അംഗമാണ്. ഇപ്പൊ തുറങ്കിലടക്കപ്പെട്ട ആള് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം, AKG സെന്ററിൽ എടുത്ത തീരുമാനം സർക്കാരിന് അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വെച്ച ഒരാളാ. എന്ന് വെച്ചാൽ ഇത് CPMഉം ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയൂ? ഒരു കാരണവശാലും കഴിയില്ല. ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾക്കും സാധിക്കില്ല. ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലിലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ മറ്റേതെങ്കിലും UDF പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ അടുത്ത ഒരു 30 വർഷത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവിളിച്ച് CPM നടക്കുമായിരുന്നു. ഇപ്പൊ മൗനമാണ്. പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാ. കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്തവർ അറ്റം മുതൽ അവന്റെ മേലത്തെ ആളെ പേര് പറഞ്ഞു, അവൻ അടുത്ത ആളെ പേര് പറഞ്ഞു, പോറ്റി മുരാരി ബാബുവിന്റെ പേര് പറഞ്ഞു, ബാബു വാസുവിന്റെ പേര് പറഞ്ഞു, വാസു പത്മകുമാറിന്റെ പേര് പറഞ്ഞു. പത്മകുമാർ ചിലപ്പോ കടകംപള്ളിയുടെ പേര് പറയും, കടകംപള്ളി ചിലപ്പോ അത് തുടരുമ്പോ ഇപ്പൊ വാസവന്റെ പേരും പറയും. ഒറ്റയ്ക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ 2 പേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടിയെടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്തൊരു അഴിമതിയാണ്. ശബരിമല അയ്യപ്പന്റെ പൊന്ന് കക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധം പോലും ഇവർ അധികാരത്തിലേറുമ്പോൾ ചിലപ്പോൾ ആലോചിച്ച് കാണില്ല, അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ച് കാണില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ, എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്ന് കട്ടെന്ന് ചോദിച്ചാൽ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെ പറ്റി പറയരുത് എന്ന് പറയില്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇനി ആ മുന്നണിക്കകത്തവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ കോഴിക്കോട്ട് അങ്ങാടിയിലെയും പരിസര പ്രദേശത്തെയും സാധാരണ സഖാവിന്റെ മനസ്സാലോചിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ഉണ്ട്. ആ ഡയലോഗിൽ
അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടി പ്രവർത്തകർ ഒന്ന് ആലോചിക്കട്ടെ. PM ശ്രീ പദ്ധതി BJP-യുടേതാണ്, RSS-ന്റേതാണെന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന്റെ ശേഷം CPI-യുടെ യുവജന സംഘടന SFI-യുടെ നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? നിങ്ങൾ ഇനി സമരങ്ങളിൽ മുണ്ടൊടുക്കരുത്. സമരങ്ങളിൽ മുണ്ടൊടുത്താൽ എന്താ? സമരങ്ങളിൽ മുണ്ടൊടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും. നിങ്ങൾ മടക്കി കുത്തിയാൽ, SFI സമരങ്ങളിൽ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവി കളസം പുറത്ത് കാണുമെന്ന് CPI-യുടെ യുവജന സംഘടന AYF SFI ഉപദേശിക്കുക. അവര് തിരിച്ചു പറയുന്നത് മുനീർക്ക, AYF എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല, അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നുള്ളത് അവര് പരസ്പരം പറയുന്നുണ്ട്. അപ്പോ അവരുടെ ഭരണ നേതൃത്വം ഭരണത്തിന്റെ തുടർച്ചയിൽ അടുത്തത് ആരോടാണ്? അടുത്തത് ആരോടാണെന്നുള്ളതാണ്, ജനങ്ങളോടല്ല. അവരടുത്തത് ആരോടാ? അവര് രാജ്യത്തിന്റെ RSS നേതൃത്വത്തോടാണ് അടുത്തത്. കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്തു കൊടുക്കാൻ. കേരളത്തിൽ BJP ഭരണമില്ലാത്തതിൽ BJP-ക്ക് വലിയ പ്രയാസമില്ല. പഴയ ആവേശത്തിൽ കേരളത്തിൽ BJP ഭരണത്തെ പറ്റി പറയുന്ന പോലുമില്ല. എന്തിനധികം പറയുന്നു, ശബരിമല ഇഷ്യൂവിൽ പോലും ഉള്ളിൽ തട്ടിയ ഒരു സമരത്തിന് BJP തയ്യാറുമല്ല. അവർക്ക് സുവർണാവസരം മാത്രമായി ഇത്തരം വിഷയങ്ങളെ കാണുന്നവരായിട്ട് പോലും അവര് രംഗത്തിറങ്ങുന്നില്ല. ഈ രംഗത്തിറങ്ങിയതിന്റെ ക്ഷീണം കൂടെ CPM-ന് ഉണ്ടാവരുതെന്നുള്ള BJP-യുടെ കൺസേൺ അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സമയം ഒന്ന് മാത്രമല്ല, കോഴിക്കോടിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ട സമയം. ഞാൻ ഇന്ന് എനിക്ക് കോഴിക്കോട്ട് അങ്ങാടിയിൽ വലിയ പരിചയമുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഈ അടുത്ത കാലത്തേക്ക് ഇങ്ങോട്ട് വളരെ തൊട്ടടുത്ത കാലത്തേക്ക് ഈ ഇവിടെ കൂടിയവരിൽ ഏറ്റവും ചെറിയ പരിചയം ഒരുപക്ഷെ എനിക്കായിരിക്കും. ഇന്നൊരു കോഴിക്കോട്ടുകാരനെ താമസിക്കുന്ന വീടിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോ അയാൾ എന്നെ ഒരു പെരുമ്പാവൂർക്കാരനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരു വർഷത്തിന് ജോലിക്ക് വന്ന ഒരാളാണ്, 15 കൊല്ലമായിട്ട് ഇവിടുന്ന് പോവാൻ ആഗ്രഹിക്കുന്നില്ല. കോഴിക്കോട് ജനങ്ങളുടെ മനസ്സിൽ കോഴിക്കോടിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടമുണ്ട്. ആ ഇടത്തെ അടുത്ത തലമുറകൾക്ക് ഇവിടെ വസിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഒരുക്കാനുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഗുരുതരമായ പാളിച്ചകൾ പറ്റിയതുകൊണ്ട് യുവത ഇവിടം വിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കോഴിക്കോടിന്റെ ആ സ്വാഭാവികതയെ, ആ നൈസർഗികമായ സ്നേഹത്തെ, നല്ല ഭക്ഷണത്തെ, നല്ല ആതിഥേയ മര്യാദകളെ നാളുകളിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന ഒരുപാട് മനോഹരമായ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലയിലെ ഇടപെടലുകളെ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഷയെ, അതിനെ മനോഹരമാക്കുന്ന ആ കൂട്ടായ്മകളെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ജനറേഷനിൽ ഞാൻ കോഴിക്കോട് ജനിച്ചവനാണ്, വളർന്നവരാണ്, വളരാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ്, ഇവിടെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് നാടിന് തിരിച്ചു നൽകുന്നവരാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയി കോഴിക്കോടിന്റെ നാളെയിലേക്ക് നയിക്കാനുള്ള വിഷൻ. അതാ ഞാൻ പറഞ്ഞു, ഭരിക്കുന്നവർക്ക് അവനവൻ നന്നാവനും അവനവന്റെ പാർട്ടി നന്നാവനും ഒരു വിഷനാവുമ്പോ ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലെ? ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. യാത്രക്കിലെ ഈ ടീം കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിന്റെ മുഴുവൻ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ കെൽപ്പും കരുത്തുമുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോഴിക്കോട്ട് അങ്ങാടിക്കാരോട് എല്ലാവരോടും ഈ കോർപ്പറേഷന്റെ കീഴിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു, 5 പതിറ്റാണ്ടായി 5 പതിറ്റാണ്ട് തുടർച്ചയായി നിങ്ങൾ കൊടുത്ത ഭരണത്തിൽ കാര്യമായി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നടന്നാലും ഇല്ലെങ്കിലും അവന്മാര് നമുക്കേ കുത്തുള്ളൂ എന്നുള്ള ചിലരുടെ അഹങ്കാരം നിറഞ്ഞ ചിന്തയാണെങ്കിൽ, കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണം എന്നുള്ള, ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ജനങ്ങൾ സംഘടിച്ചാൽ അത് ന്യൂയോർക്ക് ആണെങ്കിലും ശരി, കോഴിക്കോടാണെങ്കിലും ശരി, മാറാൻ തീരുമാനിച്ചാൽ മാറിയിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. അവരുടെ മുമ്പിലേക്ക് നമ്മൾ ഈ നാടിന് വേണ്ടി വെക്കുന്ന പോരാളികളാണ്, സാരഥികളാണ്. വാർഡിൽ നിന്നും പാർട്ടിയും മുന്നണിയും ഒക്കെ ജനങ്ങളുടെ ശബ്ദം കേട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെല്ലാവരും പറഞ്ഞു സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക, ഇതാണ് സ്ഥാനാർത്ഥികളെന്ന്. ഈ ഒരൊറ്റ വാക്കും വാചകം കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, അത് കഴിഞ്ഞ് ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ പറയാൻ പോകുന്ന വാചകം വേറെ ഒന്നുമില്ല റസാഖ് മാഷെ, ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ 76 പേരും ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ നമ്മളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാഭിമാനം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ വ്യക്തികളല്ല മത്സരിക്കുന്നത്. ഈ നാടിനോട് പ്രതിബദ്ധതയുള്ളവർ, ജനതയെ ആഗ്രഹിക്കുന്ന മാറ്റം, അത് കോഴിക്കോടിന്റെ മണ്ണിൽ സാധ്യമാക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യുമെന്ന് ഓരോ UDF പ്രവർത്തകൻ, ഇപ്പുറത്തിരിക്കുന്നവർ മാത്രമല്ല നിങ്ങൾക്കും ബാധകമാണ്, ഓരോ UDF പ്രവർത്തകനും അവർ ഉറച്ചു തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്.
ഒരു വാചകം കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ രാജ്യം ഭരിക്കുന്നവരുടെ രഹസ്യമായിട്ടുള്ള ഒരു അജണ്ട ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശം കവരുന്നുണ്ട്. അത് കാണാതെ പോവരുത്, അത് അറിയാതെ പോവരുത്. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത 27.8 ലക്ഷത്തോളം ആളുകൾ 27.8 ലക്ഷത്തോളം ആളുകൾ അവരുടെ SIR-മായി ബന്ധപ്പെട്ട രേഖകൾക്ക് വേണ്ടി ഓടേണ്ടി വരുമെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇവിടെ ഈ മണ്ണിൽ പതിറ്റാണ്ടുകളോളം ജീവിച്ചൊരു മനുഷ്യന് അദ്ദേഹം സംസാരിച്ചപ്പോ പറഞ്ഞത്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും കോഴിക്കോട് തന്നെ ഉണ്ട്, പിന്നെ എന്തിനാണ് എന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ ടെക്നിക്കലും സാങ്കേതികത്തിലും ഡിബേറ്റും ചർച്ചകളൊക്കെ ഒരു വശത്ത് നടന്നോട്ട് ആരുടെ വീഴ്ചയാണെന്ന് നോക്കി. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. പക്ഷെ ഇത് സംഘടിതമായി BJPയും RSSും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ട അത് കേരളത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. 2002 ബേസ് ഡോക്യുമെന്റ് ആയിട്ട് ഒരു വോട്ടർ പട്ടിക കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്റെ വോട്ടിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? 2004 വോട്ട് ചെയ്തവർ, 5 വോട്ട് ചെയ്തവർ, 6 നിയമസഭക്ക് വോട്ട് ചെയ്തവർ, 9 പാർലമെന്റ്, 10 ലോക്കൽ ബോഡി, 11 നിയമസഭ, 14 പാർലമെന്റ്, 15 ലോക്കൽ ബോഡി, 16 അസംബ്ലി, 19 പാർലമെന്റ്, 20 ലോക്കൽ ബോഡി, 21 അസംബ്ലി, 24 പാർലമെന്റ്. ഇതിന്റെ എല്ലാം ഇടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ സമയത്ത് വോട്ട് ചേർത്തിയ അനേകം ലക്ഷം ആളുകൾ, അവരുടെ ഒന്നും വോട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്തൊരു സംവിധാനം എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്? 2002 തന്നെ ബേസ് ഡോക്യുമെന്റ് ആയിട്ട് അതിലേക്ക് മാറുമ്പോ അവരുദ്ദേശിക്കുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത പലരെയും ഇതിൽ നിന്ന് നീക്കം ചെയ്ത് പലയിടങ്ങളിലും അവര് വിജയകരമായി നടപ്പിലാക്കിയ അജണ്ട കേരളത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ ഒരു വാക്ക് കൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. SIR ഈ നാട്ടിലെ പൗരന്റെ അവകാശത്തെ കവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ പ്രതിരോധമായി നിങ്ങളുടെ വീട്ടുപടിക്കൽ ഞങ്ങളുടെ സാരഥികൾ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള UDFന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്ഥാനാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു, 1 വോട്ട് ചോദിക്കുക, 2 SIR-ന്റെ ഫോം കിട്ടിയോ എന്ന് നിങ്ങളുടെ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ചോദിക്കുക. അത് ഈ നാടിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ BLO-മാർ അവരെ ബന്ധപ്പെട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ UDF ഈ BJP RSS അജണ്ടക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ നാടിന്റെയും നഗരത്തിന്റെയും പേരിൽ വിജയാശംസകൾ നേരുന്നു. ഈ നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജയിച്ചു വളർന്ന് കോഴിക്കോടിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും അൺലീഷ് ചെയ്യുന്ന ഒരു ഭരണത്തിന്, കോഴിക്കോട് കാന്തം പോലെ ജനങ്ങളെ ആകർഷിച്ച് അവർക്ക് ഇവിടെ വളരാൻ കേൾപ്പുള്ള ഒരു നഗരത്തിന്, ഇവിടുന്ന് ജനിച്ചു വളർന്നവർ വൃത്തിയുള്ള, സാധ്യതകളുള്ള, വളർച്ചയ്ക്ക് സ്കോപ്പുള്ള ഒരു നഗരമായി കോഴിക്കോടിനെ മാറ്റാൻ നിങ്ങളെയാണ് ജനത ഉറ്റുനോക്കുന്നത്. നിങ്ങള് ജനങ്ങളുടെ സാരഥികളാണ്, ജനങ്ങളുടെ സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആ കാണുന്ന നീല ബോക്സ്, ആ ബോക്സ് ഇനി കേരളത്തിലെ മുഴുവൻ വീടുകളിലും വാർഡുകളിലും എത്താൻ പോവുകയാണ്. ആ ബോക്സിന്റെ ഭാഗമായി ജനശബ്ദം എന്ന പേരിൽ KPCCയും UDFും നടപ്പിലാക്കുന്ന സംസ്ഥാനമായി ക്യാമ്പയിന്റെ തുടക്കം കൂടിയാണ് നമ്മളിവിടെ കുറിക്കുന്നത്. ആ ജനശബ്ദത്തിൽ ഈ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ചെയ്തികളിൽ നിങ്ങൾ ഏറ്റവും വലഞ്ഞത് എന്തിനാണ് എന്നുള്ളത് അടുത്ത വരുന്ന ഗവൺമെന്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഫോം അത് നമ്മൾ വിതരണം ചെയ്യും. ആ ഫോം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാലയളവിൽ തന്നെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം. മൊബൈലുള്ളവർക്ക് അത് QR കോഡ് സ്കാൻ ചെയ്ത് ആ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം. ആ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ച് അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയാണെങ്കിൽ അതിനെ ഉറ്റുനോക്കുന്ന UDFൽ ആ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അതിന്റെ തയ്യാറെടുപ്പും കാഹളവുമാണ് ഇന്നിവിടെ കണ്ട ഈ ആവേശോജ്വല സംഗമം. പ്രിയപ്പെട്ട സാരഥികൾക്ക്, ബഹുമാന്യരായ UDF നേതൃത്വത്തിന്, എല്ലാത്തിലും ഉപരി UDFന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകർക്ക്, ഞങ്ങളെ കേൾക്കുന്ന നല്ല കോഴിക്കോട്ടുകാർക്ക്, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.